ഉപ്പുമുളകിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ലച്ചു ആകെ പരിഭവത്തിലും പിണക്കത്തിലും. അതിന് കാരണം നമ്മുടെ ആൻറ്റി വന്ന് ലച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, സിദ്ധുവും ലച്ചുവും കൂടെ എങ്ങോട്ടോ ട്രിപ്പ് പോകുമെന്ന് പറഞ്ഞ് അതെന്നാ? അങ്ങനെയൊന്നും നടക്കത്തില്ലെന്നേ. പഴയ പോലെ സിദ്ധുവിനിപ്പോൾ എന്നോട് സ്നേഹമൊന്നുമില്ല. അത് കേട്ട് വന്ന അമ്മായി ചോദിക്കുന്നു, അതെന്താ ലച്ചു നീ അങ്ങനെ പറഞ്ഞത്? സിദ്ധു ആണെങ്കിൽ നിന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനമെങ്കിലും എടുക്കുമോ? അതൊക്കെ ഇവക്കാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്ന് സ്നേഹം പോലും സിദ്ധുവിനോടില്ലെന്ന് മുത്തശ്ശിയും നമ്മുടെ സിദ്ധുവിനെ പുകഴ്ത്തി ലച്ചുവിനെ താഴ്ത്തി പറയുമ്പം ലച്ചു ആണെങ്കിൽ ആകെ വറീഡായിട്ട് നിൽക്കുന്നുണ്ട്. അത് കണ്ട് കേശു ആണെങ്കിൽ ഈ കാര്യം അപ്പോഴേ ചെന്ന് സിദ്ധുവിനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ചങ്ക് പിളർത്തി കാണിച്ചാലും നിനക്ക് മനസ്സിലാകില്ലേ? എൻ്റെ ചങ്ക് പിളർന്ന് നോക്കിയാൽ കാണാം അതിൽ നിൻ്റെ മുഖം. ഒന്ന് പോ സിദ്ധു, ചുമ്മാ പൈങ്കിളി വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുതേന്ന് നമ്മുടെ ലച്ചു ഓട്ടിക്കുന്നുണ്ട്. എന്തായാലും ലച്ചു ആകെ പിണക്കത്തിലും പരിഭവത്തിലുമാണെന്ന് മനസ്സിലാക്കിയ സിദ്ധു ആണെങ്കിൽ ലച്ചുവിനൊരു സർപ്രൈസ് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് കണ്ണടക്കി, ലച്ചു പ്രതീക്ഷിക്കാത്തൊരു സമ്മാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കണ്ടാൽ ഉറപ്പായിട്ടും ലച്ചു ഞെട്ടും. ലച്ചുവിന് സമ്മാനം എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ സിദ്ധു കൊണ്ടുവന്ന സമ്മാനം? എവിടെയെങ്കിലും ട്രിപ്പ് പോകാനുള്ള ടിക്കറ്റ് ആയിരിക്കുമോ അതോ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിരിക്കുമോ? എന്തായാലും സ്നേഹ അഭിനയമല്ലെന്ന് കാണിക്കാൻ വേണ്ടി സിദ്ധു ഒപ്പിക്കുന്ന ആ ഒരു സർപ്രൈസ് കാത്തിരിക്കാം. എന്തായാലും നമ്മുടെ സിദ്ധുവിൻ്റെ സർപ്രൈസ് കനക ആൻറ്റിക്കും മുത്തശ്ശിക്കും അറിയാമെന്ന് തോന്നുന്നു. അവരുടെ സന്തോഷം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്.